അതായത് സ്ഥിരമായിട്ട് ഒരാൾ താമസിക്കുന്നത് ഇവിടെയാണോ എന്ന് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കും? ഇപ്പൊ ആണോ ഓർത്ത് വെക്കണേ. ഡു യു ലിവ് ഹിയർ? ഇവിടെയാണോ താമസിക്കുന്നത്? ഡു യു ലിവ് ഇൻ ന്യൂയോർക്ക്? ഡു യു ലിവും ആർ യു ലിവിങ് ഹിയറും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടൊന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ആർ യു ലിവിങ് ഹിയർ എന്ന് ഒരാളോട് ചോദിക്കാന്ന് വെച്ചോ, അതിന്റെ അർത്ഥം ഇപ്പൊ ടെമ്പററി ആയിട്ട് ആരെങ്കിലും ഇവിടെ താമസിക്കുകയാണോ എന്നാണ്. നീ ഇപ്പൊ ഇവിടെയാണോ താമസം? സ്ഥിരമല്ല. അപ്പൊ ആർ യു ലിവിങ് ഹിയർ എന്ന് ചോദിച്ചത്. സ്ഥിരമായിട്ട് താമസിക്കുന്ന സ്ഥലം ചോദിക്കണം, ഡു യു ലിവ് എന്ന് ചോദിക്കണം. ഇംഗ്ലീഷ് ത്രൂ മോറൽ സ്റ്റോറി. അതായത് നമ്മുടെ കുട്ടികൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ കാണുന്നത് എന്താണ്? നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന അക്രമങ്ങളും അഴിമതിയും എന്താണ് കള്ളവും ചതിയും ഇതൊന്നും നമ്മൾ ഇനി പറയണ്ട. എല്ലാത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നല്ലതും ചീത്തയും എല്ലാം ഉണ്ട്. ബട്ട് കുട്ടികൾ എപ്പോഴും കാണുന്നത് ഇങ്ങനെയുള്ള വയലൻസും കാര്യങ്ങളും. അപ്പോൾ എല്ലാം ന്യൂസിലൊക്കെ കാണുന്നില്ലേ? ഇപ്പോൾ സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ തമ്മിൽ അടിക്കുക, കൊല്ലുക, ഇതൊക്കെയല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എത്രയും വേഗം ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം അതിന് ഇപ്പോൾ ആശ്രമത്തിലാണെങ്കിൽ പണ്ട് മുതലേ എൻ്റെ ഗുരു എന്നെ ഏൽപ്പിച്ച ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് കിട്ടിയ ഒരു കർമ്മമാണ്. ഞാൻ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ആശ്രമത്തിൽ. എപ്പോഴും എല്ലാ ആഴ്ചയും അത് വലിയവർക്കും കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു മാതൃമണ്ഡലത്തിൽ. അപ്പോൾ ഈ കഥകളിലൂടെ എന്താണ് ഈ കഥകൾക്ക് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഈ കഥകൾ എന്ന് പറയാൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പാകുന്ന ഐഡിയാസ് ആണ് ഈ കഥകൾ എന്ന് പറയുന്നത്. അപ്പോൾ കൊച്ചു കുട്ടികളെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല മോറൽ സ്റ്റോറീസിലൂടെ നല്ല നല്ല ക്വാളിറ്റീസ് നമുക്ക് അവരുടെ ഹൃദയത്തിൽ പാകാൻ പറ്റും. ഒരു പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറയില്ലേ? അപ്പൊ 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മനസ്സിൽ ഈ കഥകൾ കൊണ്ട് നമുക്ക് അവരൊരു നല്ല വ്യക്തിത്വങ്ങളാക്കി മാറ്റാൻ പറ്റും. സമൂഹത്തിന് നന്മ ചെയ്യുന്ന നല്ല ഒരു പൗരന്മാരായിട്ട് വളർത്തിയെടുക്കാൻ നമുക്ക് ഈ കഥകളിലൂടെ പറ്റും. അത്ര പവർഫുൾ ആണ് സ്റ്റോറീസ്. പക്ഷെ അത് പറയേണ്ട രീതിയിൽ പറഞ്ഞ് കഥകൾ സെലക്ട് ചെയ്യുന്നതിലും അത് അവരുടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറഞ്ഞ് അവരുടെ ഉള്ളിലേക്ക് നമ്മളത് ഇൻസ്റ്റിൽ ചെയ്യുന്നതിലുമാണ് കാര്യം ഇരിക്കുന്നത്. ബട്ട് ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് അങ്ങനെ കഥ പറയാനൊന്നും സമയമില്ലാതെയാണ് എല്ലാവരും ഓടുന്നത് അല്ലേ? അപ്പം ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ള എൻ്റെ ഒരു ജോലിയോടൊപ്പം ഞാൻ വിചാരിച്ച ആ ഇംഗ്ലീഷും പഠിക്കാം, അതിനൊപ്പം കുട്ടികളിൽ നല്ല നല്ല ക്വാളിറ്റീസ് അവരുടെ ഉള്ളിൽ അവർ പോലും അറിയാതെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. അപ്പം ആ ഒരു ലാംഗ്വേജ് പഠിപ്പിക്കാം, ഒപ്പം കുട്ടികളുടെ ഉള്ളിൽ നല്ല നല്ല ഇത് കൊടുത്താലോ നല്ലതല്ലേ? അപ്പൊ ഇംഗ്ലീഷിലെ വേർഡ്സ്, വൊക്കാബുലറി, സെന്റൻസ് എല്ലാം അവർ പഠിക്കും, അവരെ കൊണ്ട് പറയിക്കും. പിന്നെ വാട്സാപ്പ് ഗൈഡൻസ് ഞാൻ കൊടുക്കും, അവരെ കൊണ്ട് അതിനുള്ള ആ ഒരു പ്രാക്ടീസും എല്ലാം ഞാൻ ചെയ്യിച്ചുകൊണ്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അവരൊരു 12 വയസ്സാകുമ്പോഴേക്കും അവർ ഇംഗ്ലീഷ് പഠിക്കുകയും ചെയ്തോളും. അതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം കാര്യങ്ങളും ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ വിളിക്കുക, അഡ്മിഷൻ എടുക്കുക.